1945 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിലെ ഒരു റഡാർ ലാബിൽ പേഴ്സി സ്പെൻസർ എന്ന ഒരു എഞ്ചിനീയർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം സ്ട്രേഞ്ച് ആയിട്ടൊരു സംഭവം ഉണ്ടായി. പേഴ്സി തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ബാർ താൻ അറിയാതെ ഉരുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ചുറ്റുപാടും ചൂടൊന്നുമില്ല, ഡയറക്റ്റ് സൺലൈറ്റ് പോലുമില്ല. പക്ഷേ ചോക്ലേറ്റ് ലിറ്ററലി മെൽറ്റ് ചെയ്തു പോയി. അവൻ ആ ഘട്ടത്തിൽ ഒന്നും മനസ്സിലായില്ല. പക്ഷേ രണ്ടാമത്തെ സിമിലർ സംഭവം, പിന്നെ മൂന്നാമത്തേതും. ഒടുവിൽ പേഴ്സി അത് കണ്ടുപിടിച്ചു. റഡാർ മെഷീനിൽ നിന്നുള്ള ഒരു മൈക്രോവേവ് റേഡിയേഷൻ, അതാണ് ചോക്ലേറ്റ് ഉരുകുന്നത്. അവൻ വിഷയം പരിശോധിക്കാൻ പോപ്കോൺ എടുത്ത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കർണലിൽ പൊട്ടിപ്പടർന്നു പോപ്കോൺ. അതായിരുന്നു ചരിത്രത്തിലെ ആദ്യ മൈക്രോവേവ് പോപ്കോൺ. ഇതൊക്കെ കണ്ട പേഴ്സിയുടെ മനസ്സിലൊരു കാര്യം ഉയർന്നു. ഇതെന്തുകൊണ്ട് ഭക്ഷണം ചൂടാക്കാൻ ഉപയോഗിച്ചുകൂടാ? അവൻ ഉടൻ തന്നെ ഒരു മെറ്റൽ ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് മാഗ്നട്രോൺ വേവ് ജനറേറ്റർ ഒന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഫുഡ് അതിനുള്ളിൽ വെച്ചപ്പോൾ അൺബിലീവബിൾ സ്പീഡിൽ അത് ചൂടാകുന്നത് കണ്ടു. പിന്നീട് റൈത്തോൺ എന്ന കമ്പനി അതിന് വലിയ സപ്പോർട്ടുകൾ നൽകി. അങ്ങനെ 1946 അവരാണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ മൈക്രോവേവ് ഓവൻ ലോഞ്ച് ചെയ്തത്. അതൊരു ഭീമൻ മെഷീൻ ആയിരുന്നു. അതിന്റെ പേരോ റഡർ റേഞ്ച്. 6 അടി ഉയരവും 360 കിലോ ഭാരവും. ആദ്യം ഉപയോഗിച്ചത് ആർമി കിച്ചണും ഹോസ്പിറ്റൽ, റിസർച്ച് ലാബ്, അങ്ങനെ. പക്ഷേ പിന്നീട് അതിന്റെ രൂപവും മാറ്റവും വന്നു. അത് നമ്മുടെ വീടുകളിലും എത്തി. ഇന്ന് നാം കിച്ചണിൽ ഉപയോഗിക്കുന്നതും ഹോസ്റ്റലിൽ ഉപയോഗിക്കുന്നതും അതേ മൈക്രോവേവ് ഓവൻ തന്നെ. ചോക്ലേറ്റ് ഉരുകിയതിൽ നിന്നുള്ള പിഴവ് അതിന്റെ തുടക്കം. ചിലപ്പോൾ ചില കണ്ടുപിടുത്തങ്ങൾ ചില പിഴവുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഈ മൈക്രോവേവ് ഓവൻ പോലെ.